ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരിച്ചു കിടക്കുന്ന കബന്ധമായി കിടക്കുന്ന ശരീരമില്ലാത്ത ശിരസുകൾ വിളിച്ചു പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മറ്റൊന്നുമല്ല, ആ സംഘശക്തി അവർക്ക് ലഭിച്ചത്, ആ ഹൃദയത്തിന്റെ ശക്തി അവർക്ക് ലഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു അല്ലാതെ ഒരാളെയും ആരാധിക്കേണ്ടതില്ല. അവൻ അംഗീകരിച്ചവരെ അംഗീകരിക്കണം. മുഹമ്മദ് നബിയെ അംഗീകരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ. മാതാപിതാവിനെ അംഗീകരിക്കും. എന്തുകൊണ്ട് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട് ഉസ്താദിനെ അംഗീകരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചു, അല്ലാഹു കൽപ്പിച്ചതുപോലെ മൻ അല്ലമ ഹറുഫൻ ഫഹുവ അബ്ദുൻ ലഹു. ഒരാൾക്ക് ഒരു അക്ഷരം പഠിപ്പിച്ചാൽ ശിഷ്യൻ ഉസ്താദിന്റെ അടിമയാണെന്ന് മുഹമ്മദ് നബി. എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്, എല്ലാം റബ്ബിന് വേണ്ടിയാണ്. അത് അവർക്കാരെയും പേടി, അവർക്ക് തിരമാലകളെ പേടി. എന്തുഹുമുത്തബഉ ശരീഅത ഫീ ഖുതാഹ ഫഅൽഖൗ മാ യലീഖു ബിഹി റഹീബ മദ്ദു ലില്ലാഹ ശർഖൻ വഗർബ വഖാലുൽ ബഹ്റ വഅതനഖുൽ ലഹീബ. അവരാണ് തിരമാലകളോട് സമരം ചെയ്തത്. അവരാണ് തിരമാലകൾ നീന്തിക്കടന്ന് കാസ്പിയൻ കടൽ കടന്നു പോയത്. അവരാണ് ബഹുമാനപ്പെട്ട ദീനിന്റെ പ്രഭയെ ഭൂമിയിൽ പരത്തിയത്. അവരാണ് ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയാൽ ത്വാരിഖ് ഇബ്നു സിയാദ് എന്ന വലിയ ഒരു വഴിയുണ്ട്. ആ വഴി വളരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. റിയാദ് എയർപോർട്ട്, കിങ് ഖാലിദ് എയർപോർട്ടിൽ ഇറങ്ങിയാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയ ഒരു വഴിയുണ്ട്. ആ വഴിയുടെ പൊതുനിരത്തിന് പേര് വച്ചിരിക്കുന്നു ത്വാരിഖ് ഇബ്നു സിയാദ്. ത്വാരിഖ് ഇബ്നു സിയാദിന്റെ പേരിലുള്ള റോഡ്. ഏതാ ഈ റോഡ് എന്നറിയോ? ആരാ? ത്വാരിഖ് ഇബ്നു സിയാദ്. അദ്ദേഹമാണ് സ്പെയിനിലേക്ക്, ഇസ്ലാമിക യൂറോപ്പിലേക്ക്, അദ്ദേഹമാണ് ഇസ്ലാമിക സ്പെയിനിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹും കൊണ്ട് ചെന്ന മനുഷ്യൻ മറ്റാരുമല്ല, ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. കപ്പലിറങ്ങിയപ്പോൾ, കാസ്പിയൻ കടൽ കടന്ന് കപ്പലിറങ്ങിയപ്പോൾ അനുയായികളോട് പറഞ്ഞു, ഇനി കപ്പൽ വേണ്ട, കത്തിച്ച് കളഞ്ഞേക്കൂ, ഇനി നമുക്ക് കപ്പൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, കപ്പൽ കത്തിച്ച് കളഞ്ഞാൽ മദീനയിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകും നേതാവേ? മദീനയിലേക്ക് മടങ്ങിപ്പോകണ്ടേ നമുക്ക്? ബഹുമാനപ്പെട്ട ത്വാരിഖ് ഇബ്നു സിയാദ് പറഞ്ഞു, മദീനയിലേക്ക് ഇനി മടക്കമില്ല. നർജിഉ ഇലല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ മുസൽമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആത്മാവിനെ സജ്ജീകരിക്കാൻ നമുക്ക് കഴിയണം. ആത്മാവിനെ സജ്ജീകരിക്കുക എന്നാൽ എന്താ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വഴികാട്ടിയായ മുഹമ്മദ് നബി ഞങ്ങളുടെ അനുയായിയായി തീരലാണ്. സിമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു മുഖകാന്തി ലഭിക്കുക എന്നതാണ്. അതിന് നന്മ ചെയ്യണം, തിന്മകളോട് രാജിയാകണം, ഷിർക്കിനോട് രാജിയാകണം. ഷിർക്കിലേക്ക് മുസ്ലിമീങ്ങൾ കൂപ്പുകുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഷിർക്കിൽ നിന്ന് മുസ്ലിമീങ്ങൾ രാജിയാകണം. അധികാരം നേടിയവരുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് പ്രത്യേകമായി ഇപ്രാവശ്യം നമ്മൾ പ്രധാനപ്പെട്ട 11 വിഷയങ്ങൾ പറയുന്നു. എന്താ അത് പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം? നമുക്ക് തമ്മിൽ അകൽച്ചയുണ്ടായിരിക്കുന്നു. ആ അകൽച്ച നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. തിന്മയിലേക്ക് മനുഷ്യൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളിത് തമാശയായി കാണരുത്.
വളരെ ചിന്തിക്കണം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് കേരള സംസ്ഥാനത്ത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല, ഞാൻ ഈ ജില്ലയെ പറയുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയിൽപ്പെട്ട ഒരു ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ചെലവാകുന്നത്. എന്നാൽ നമ്മൾ പറയുന്നു, മെഹ്റാബിൽ ഇരുന്നിട്ട് നമ്മൾ പറയുന്നു അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം വായ്ത്താരിയായി പോയോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ശിർക്കിന്റെ ആധുനിക ദൈവങ്ങളുടെ കാലിൽ നമ്മൾ ചുംബിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഘോഷിക്കുകയല്ലേ കഴിഞ്ഞ വർഷം ചെയ്തത്. ശിർക്കിന്റെ ദൈവങ്ങൾ ഏതെങ്കിലും വേദി സംഘടിപ്പിക്കുമ്പോൾ മുഖമക്കന ഇട്ട പെണ്ണുങ്ങൾ വരെ അത്തരം ശിർക്കിന്റെ ദൈവങ്ങളുടെ കാല് പോയി ചുംബിക്കുന്ന പരിതാപകരമായ അവസ്ഥ. അവരും പറയുന്നു അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടൻകുയിന്റെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ തൊണ്ടക്ക് താഴേക്ക്, അവരുടെ കണ്ഠനാടിയുടെ താഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങിയില്ല എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കേണ്ടതാണ്. വിശ്വാസികളെ, മാതാപിതാക്കളോടുള്ള ബന്ധം നാം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളോടുള്ള കടമ മാതാപിതാക്കളും വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളോട് മാതാപിതാക്കൾക്ക് ഒരുപാട് കടമ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പുറകോട്ട് പോകുന്നു. മാതാവിനെയും പിതാവിനെയും ആദരിക്കുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയിരിക്കും. എന്തേ കാര്യം? വചനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. പണം അധികാരം നേടിയിരിക്കുന്നു, പണത്തിന്റെ അധികാരത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. പണ്ഡിതന്മാർ പോലും അധികാരികളെ ഭയപ്പെടുന്നു. ഹബീബായ മുഹമ്മദ് നബി പറഞ്ഞത് അഖില്ലുദ്ദുഹൂല അലൽ അഗ്നിയാ, മുതലാളിമാരടുത്തേക്ക് വല്ലാതെ പോകരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഖില്ലുദ്ദുഹൂല അലൽ അഗ്നിയാ, മുതലാളിമാരടുത്തേക്ക് എപ്പോഴും പോകരുത്. ഫഇന്നഹു അഹഖു അൻ ലാ തസ്ദറൂ നിഅമല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ നിസാരപ്പെടുത്താതിരിക്കാൻ അതാണ് നല്ലത്. പ്രത്യേകിച്ച് ആലിമീങ്ങൾക്ക് അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തു, ഇൽമ്. എന്നാൽ ആ നിഅമത്തിന് പണ്ഡിതന്മാരിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പണത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്നു എന്ന പരിതാപകരമായ അവസ്ഥ. രാഷ്ട്രീയക്കാരാകട്ടെ, അവരെ ഇവിടെ ആരും ഉപദേശിക്കാനില്ല എന്ന് പോലും അവർ ധരിച്ചു പോയോ എന്ന് ചിന്തിക്കുന്നു. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിലെ, ഇസ്ലാമിക കർമ്മ സംഹിതയിലെ പകുതി ഭാഗമായ രാഷ്ട്രീയം ഇന്ന് ഒരു വിഭാഗം ആളുകൾ അരാഷ്ട്രീയവാദികളായ പുതിയ തലമുറ വളർന്നു വരുന്നു. അതിനും അടിസ്ഥാനപരമായ കാരണങ്ങൾ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകും. ഹബീബായ മുഹമ്മദ് നബി ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയും പറയുന്നുണ്ട്. ഖിയാമത്ത് നാളടുക്കുമ്പോൾ ജനങ്ങൾ അപ്പോഴും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകൾ ചോദിക്കും മാ ഹാദിഹിൽ കലിമ, എന്താ ഈ പറയുന്ന വർത്താനം? അപ്പോൾ അവർ പറയും യഖൂലൂന, ഇമാം ഹാക്കിം ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, അവർ പറയും വജദ്നാ അലൈഹാ ആബാഅനാ ഫനഹ്നു നഖൂലുഹാ, ഞങ്ങളെ ബാപ്പാർ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു, അതുകൊണ്ട് ഞങ്ങളും പറയാണ്, അങ്ങനെ പറയാണ്. അങ്ങനെയായോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പരിതാപകരമായ സാഹചര്യമുണ്ട്. എല്ലാവരും ഈ വേദിയെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാരോടും ഉമ്മവാപ്പാരോടൊക്കെ കരുണ കാണിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഖുർആന്റെ ഫള് ആസ്വദിച്ച് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണമേ അല്ലാഹ്.